കന്യാകുമാരിയുടെ കടത്തിരമാലകളോട് വന്നിക്കുന്ന കഴിഞ്ഞ ഒരു തലമുറ ആശയവും ആവേശവുമായിരുന്ന എത്രയോ ധീര ദേശാഭിമാനികൾ. ഞാൻ ഇന്ത്യ രാജ്യത്തോടും വ്യവസ്ഥാപിതമായ ഇന്ത്യൻ ഭരണഘടനയോടും വിശ്വസ്തയും കൂറും പുലർത്തുമെന്നും കേരള സംസ്ഥാന അഗ്നിശമന രക്ഷാസേനയിലെ ഒരംഗമെന്ന നിലയിൽ നിഷ്പക്ഷമായും ആത്മാർത്ഥമായും ജനസേവനം നടത്തുമെന്നും എന്നിലർപ്പിതമായ കർത്തവ്യങ്ങളും ചുമതലകളും പക്ഷഭേദം സ്വജനപ്രീതി എന്നിവയ്ക്ക് അതീതമായി എന്റെ പരമാവധി അറിവും കഴിവും ഉപയോഗിച്ച് നിർവഹിച്ചുകൊള്ളുമെന്നും സർവാത്മന പ്രതിജ്ഞ ചെയ്യുന്നു. പ്രളയം, ഉരുൾപൊട്ടൽ ഇത്തരം ദുരന്തഘട്ടങ്ങളിൽ മാത്രമല്ല, പകർച്ചവ്യാധികളുടെ നിയന്ത്രണ ഘട്ടത്തിലും മാതൃകാപരമായി പ്രവർത്തിക്കാൻ ഈ സേനയ്ക്ക് കഴിയുമെന്ന് തെളിയിച്ചിട്ടുണ്ട്. ഏത് ദുരന്ത സാഹചര്യത്തെയും അവസരോചിതമായി നേരിടുന്നതിന് സജ്ജമായിരിക്കേണ്ട സേനയാണിത് എന്നത് തന്നെയാണ് സർക്കാരിൻ്റെ കാഴ്ചപ്പാട്. അതുകൊണ്ട് തന്നെ കാലാനുസൃതമായി ഫയർ ആൻഡ് റെസ്ക്യൂ സേനയെ ശാക്തീകരിക്കുക, ആധുനികവൽക്കരിക്കുക, ഇതിലെ പ്രതിജ്ഞാബദ്ധമായ നിലപാടാണ് സർക്കാരിനുള്ളത്. കഴിഞ്ഞ LDF സർക്കാരിൻ്റെ കാലത്ത് തുടക്കമിട്ട അഗ്നിരക്ഷാസേനയുടെ ആധുനികവൽക്കരണത്തെ കൂടുതൽ മെച്ചപ്പെടുത്താനുള്ള ശ്രമങ്ങളാണ് സർക്കാർ നടത്തിവരുന്നത്. ഫയർ ആൻഡ് റെസ്ക്യൂ വകുപ്പിൻ്റെ ആധുനികവൽക്കരണത്തിൻ്റെ ഭാഗമായി വാട്ടർ ബൗസർ, ഫോം ടെൻഡർ, അഡ്വാൻസ്ഡ് റെസ്ക്യൂ ടെൻഡർ, ഫാസ്റ്റ് റെസ്പോൺസ് വെഹിക്കിൾ തുടങ്ങിയ പുതിയതരം വാഹനങ്ങളും ഡീവാട്ടറിംഗ് പമ്പുകൾ തുടങ്ങിയവ പോലെയുള്ള ആധുനിക ഉപകരണങ്ങളും വകുപ്പിന് ലഭ്യമാക്കിയിട്ടുണ്ട്. സ്വയം പ്രതിരോധത്തിനായി മുഴുവൻ ജീവനക്കാർക്കും ഫയർ ഫൈറ്റിംഗ് സ്യൂട്ട് ലഭ്യമാക്കാനായി ഏതുതരം അഗ്നിബാധയും നേരിടാൻ സാധിക്കുന്ന DCP ടെൻഡറുകളും ഇന്ന് ഈ വകുപ്പിന് സ്വന്തമാണ്. ആധുനികവൽക്കരണത്തിൻ്റെ ഭാഗമായി പ്രശ്നബാധിത മേഖലകളിൽ ഉപയോഗിക്കുന്നതിന് ആവശ്യമായ റോബോട്ടിക് ഫയർ ഫൈറ്റിംഗ് ഉപകരണങ്ങൾ വാങ്ങുന്നതിനുള്ള നടപടികൾ അന്തിമഘട്ടത്തിലെത്തിയിട്ടുണ്ട്. അപകട രക്ഷാ പ്രതിരോധ പ്രവർത്തനങ്ങളെ ജനകീയമാക്കുന്നതിനായി അഗ്നിരക്ഷാ വകുപ്പിന് കീഴിൽ ആരംഭിച്ച സിവിൽ ഡിഫൻസ് ഫോഴ്സ് മാതൃകാപരമായ ഒരു പദ്ധതിയാണ്. നമ്മുടെ കേരളത്തിൽ സംഭവിച്ച ദുരന്തങ്ങളുടെ മേഖലകളിൽ സിവിൽ ഡിഫൻസ് വളണ്ടിയർമാരുടെ പ്രവർത്തനം മാതൃകാപരമായിരുന്നു. അതുകൊണ്ട് തന്നെ കൂടുതൽ പേരെ ഈ പദ്ധതിയിൽ അംഗങ്ങളാക്കണമെന്നാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ആദ്യഘട്ടത്തിൽ തിരഞ്ഞെടുത്ത 6200 പേർ വിജയകരമായി പരിശീലനം പൂർത്തിയാക്കി സേവന സജ്ജരായിട്ടുണ്ട്.
ഇവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന 1000 പേർക്ക് പ്രത്യേക റിഫ്രഷർ പരിശീലനം നൽകാൻ സർക്കാർ ആലോചിക്കുന്നുണ്ട്. രണ്ടാം ഘട്ടമായി തിരഞ്ഞെടുത്ത 3300 പേരുടെ പരിശീലന പരിപാടികൾ നടന്നു വരികയാണ്. അതുകൂടി പൂർത്തിയാകുന്നതോടെ അപകട മേഖലകളിൽ അഗ്നിരക്ഷാസേനയ്ക്ക് സഹായം നൽകാൻ കഴിയുന്ന 10,000-ഓളം പേർ നമ്മുടെ നാടിൻ്റെ വിവിധ ഭാഗങ്ങളിലുണ്ടാകും. സിവിൽ ഡിഫൻസ് അംഗങ്ങൾക്ക് ഗംബൂട്ട്, ഹെൽമറ്റ് തുടങ്ങിയ വ്യക്തിസുരക്ഷാ ഉപകരണങ്ങളും ആംബുലൻസ്, MUV പോലെയുള്ള വാഹനങ്ങളും കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങളും ലഭ്യമാക്കിയിട്ടുണ്ട്. അത്യന്തം സാഹസികമായ രക്ഷാപ്രവർത്തനങ്ങൾ സമയബന്ധിതമായി നടത്തുന്നതിനുള്ള പ്രത്യേക ടീം അഗ്നിരക്ഷാ വകുപ്പിൻ്റെ കീഴിൽ രൂപീകരിച്ചിട്ടുണ്ട്. 30 പേരടങ്ങുന്ന സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സാണ് നിലവിലുള്ളത്. ജലാശയ അപകടങ്ങളിൽ ഫലപ്രദമായി രക്ഷാപ്രവർത്തനം നടത്തുന്നതിന് അഗ്നിരക്ഷാസേനയുടെ സ്കൂബ ടീം സജ്ജമാണ്.